കരിങ്കോഴി വളർത്തലിൻ്റെ തുടക്കം മുതൽ കോഴിക്കുഞ്ഞുങ്ങൾ കൂടിനകത്ത് ഇടുന്നത് വരെയുള്ള കാഴ്ചകൾ നമുക്ക് പെട്ടെന്ന് കണ്ട് നോക്കാം. ആദ്യമായി കൂട് അടിച്ചതിന് ശേഷം നമ്മൾ നീറ്റ് കക്കയുടെ പൊടി എല്ലാ ഷോപ്പുകളിലും, മിക്ക ഷോപ്പുകളിലും, ഹാർഡ്വെയർ ഷോപ്പുകൾ, ഈ വളം വിൽക്കുന്ന കടകളിലൊക്കെയും വാങ്ങാൻ കിട്ടും. അത് വാങ്ങി കഴിഞ്ഞതിന് ശേഷം തറയിൽ അത് ഫുള്ളായിട്ട് നിരത്തി ഇടുക, ഈ ഇട്ടിരിക്കുന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അറക്ക മില്ലിൽ നിന്നെല്ലാം കിട്ടുന്ന പൊടിയുണ്ട്, ഏറ്റവും ചെറുതായിട്ടുള്ള പൊടി. ആ പൊടി നമുക്ക് ഏകദേശം കൂടിനകത്ത് ഒരു 2 ഇഞ്ച് കനത്തിന് ഇടാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി വാങ്ങുക. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ അവർ ചാക്കിൽ വാരി വെച്ചിട്ടുണ്ടാവും, അത് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അത് നിരത്തി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേളിൽ തന്നെ അതിന് അടുത്ത വലുതായിട്ടുള്ള ചീവ് പൊടിയുണ്ട്. അത് നമുക്ക് കാണുമ്പോഴത്തേന് അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് രണ്ടും ഇട്ടിട്ട് ആദ്യം ഈ ചെറിയ പൊടി ഇട്ട് നിരത്തുക, ഈ ഇതിൽ കാണുന്നത് പോലെ തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ചീവ് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് അതിന് നിരത്തി കൊടുക്കുക. തറ ലെവലിൽ നമ്മൾ നല്ല ലെവലാക്കി ഇട്ടിരിക്കുന്ന തറയുടെ മുകളിൽ ഇത് രണ്ടും, ആദ്യം ഏറ്റവും ചെറിയ പൊടി, അത് കഴിഞ്ഞതിന് ശേഷം ചീവ് പൊടി ഇട്ട് നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങളാണ്, 1 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണ്. അതിൽ ആദ്യം നമ്മൾ കാർട്ടൂൺ താഴെ ഇട്ടിട്ടുണ്ട്. കാർട്ടൂൺ ഇടണമെന്നുള്ള ആവശ്യമില്ല, പക്ഷേ അതിൻ്റെ മേളിൽ നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ പൊടികളിലെയും ഇത് ചകഞ്ഞ് അതിൻ്റെ വായ്ക്കകത്തൊക്കെ കയറിപ്പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടതാണ് അതിൻ്റെ മേളിൽ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഈ കോഴിക്കുഞ്ഞിനെ ഇടുക. ഇപ്പോൾ അത് ഏകദേശം 100 കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ചൂട് ആവശ്യമാണ്, ബ്രൂഡിങ് പീരീഡ് എന്ന് പറയും. ഇതിനിപ്പോൾ നമ്മൾ ചൂട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ബൾബ് നമ്മളിതിൽ കാണുന്ന പോലെ തന്നെ ക്രമീകരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന് ആവശ്യമായ വെള്ളം, കുടിക്കാനുള്ള വെള്ളം ക്രമീകരിക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടുന്ന ഫുഡ്, അത് ഈ കോഴിത്തീറ്റ വാങ്ങുന്ന കടകളിൽ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൻ്റെ പ്രായം പറയുമ്പോഴത്തേനും അതിനനുസരിച്ചുള്ള തീറ്റ നമുക്ക് കിട്ടും. ഇത്രയാണ് നമുക്ക് ഈ കോഴിക്കൂടിൽ നമ്മൾ ചെയ്തെടുക്കേണ്ടതും. കുഞ്ഞുങ്ങളെ ബാക്കി പരിപാലനവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ.